ഇത്തവണയും തൃശൂർ സുരേഷ് ഗോപി എടുക്കില്ലെന്ന് വ്യക്തമാക്കുന്ന എക്സിറ്റ് പോൾ പുറത്തുവന്നതോടെ തൃശൂർ പിടിച്ചെടുക്കുമെന്ന ബി.ജെ.പിയുടെ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തായേക്കാമെന്ന എക്സിറ്റ് പോൾ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വടകരയിൽ നിന്ന് മണ്ഡലം മാറിവന്ന കെ മുരളീധരൻ തൃശൂരിന്റെ എം.പിയാകുമെന്നാണ് പ്രവചനം. എൽ.ഡി.എഫിലെ വി.എസ്. സുനിൽകുമാർ പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷ ഉണർത്തിയെങ്കിലും യു.ഡി.എഫിന് പിന്നിലാകുമെന്ന് എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു. എക്സിറ്റ് പോളിൽ പങ്കെടുത്ത 37.53% പേർ യു.ഡി.എഫിന് വോട്ട് ചെയ്തു. അതേസമയം 30.72% പേർ സി.പി.ഐക്കൊപ്പം നിന്നു. 29.55% പേരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 6.81%. എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലുള്ള വ്യത്യാസം 1.17%. യു.ഡി.എഫ് വോട്ടിൽ 2.3%ന്റെയും എൽ.ഡി.എഫ് വോട്ടിൽ 0.12%ന്റെയും കുറവ് പ്രവചിക്കുമ്പോൾ ബി.ജെ.പി വോട്ടിൽ 1.36%ന്റെ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 39.83%മായിരുന്നു യു.ഡി.എഫിന്റെ വോട്ട്. എൽ.ഡി.എഫ് 30.85%, സുരേഷ് ഗോപി 28.19% വോട്ട് പിടിച്ചു. 2019 93,633 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിലെ ടി.എൻ. പ്രതാപൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇക്കുറി ആദ്യം പ്രതാപനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും കെ മുരളീധരന്റെ മണ്ഡലം മാറ്റത്തോടെ പാർട്ടി തീരുമാനം മാറ്റി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതാപൻ 4,15,089 വോട്ടും സി.പി.ഐയിലെ രാജാജി മാത്യു തോമസ് 3,21,456 വോട്ടും സുരേഷ് ഗോപി 2,93,822 വോട്ടും നേടിയിരുന്നു.